ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ? നല്ല മഴയാണോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. പിന്നീട് ഈ സമയത്തൊക്കെ പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത നമുക്കുണ്ട്. അപ്പം നമ്മുടെ കൊച്ചു പിള്ളേരെയും നമ്മളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ റെയിൻകോട്ടും കുടയൊക്കെ കരുതുക. മഴ നനയാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ് നിങ്ങൾ നന്നായിട്ട് തന്നെയായിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടും നന്നായിട്ട് തന്നെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ നോക്കുന്നത്. അതായത് നല്ല നല്ല സൂപ്പർ ഫെർട്ടിലൈസർ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടാകാം, ആവശ്യത്തിന് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം, പിന്നെ എയർ സർക്കുലേഷനും പിന്നെ സൺലൈറ്റ് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തായിരിക്കും നിങ്ങൾ വളർത്തുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് പോലും എന്തോ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് എന്തോ ഒരു പോരായ്മ, സംതിങ് മിസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ആ മിസ്സിങ്ങിന് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ആ കുറവ് നികത്താനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് എനർജി ബൂസ്റ്റേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനർജി ബൂസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പലർക്കും സംശയം വരും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പാല് കുടിക്കാറില്ലേ? നമ്മൾ പാല് കുടിക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയാം, നല്ല ഹെൽത്തി ഫുഡാണ് അല്ലേ? അത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് നമ്മളോട് പറയേണ്ട കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ പാല് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബൂസ്റ്റോ ഹോർലിക്സോ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കുടിക്കാറേ. എന്തിനാ അത്? നമ്മൾ പാല് ഹെൽത്തി ഫുഡ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഈ ബൂസ്റ്റും ഹോർലിക്സും മറ്റുള്ള സാധനങ്ങളൊക്കെ കലക്കി കുടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളത് എന്തിനാ അങ്ങനെ കുടിക്കുന്നതെന്ന് വെച്ചാൽ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കലക്കുമ്പോൾ ഒരു എക്സ്ട്രാ എനർജി നമുക്ക് ലഭിക്കും. അതിനാണ് എനർജി ഡ്രിങ്ക് ആയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഹെൽത്ത് ഫുഡുമാണ്, നമുക്ക് എനർജിയും കൂടി കിട്ടുക. കൂടുതലായിട്ട് എനർജി കിട്ടാൻ വേണ്ടി എനർജി ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് ആണ് നമ്മൾ ഈ ബൂസ്റ്റ് കലക്കി കുടിക്കുന്നത്, ഹോർലിക്സ് കലക്കി കുടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫെർട്ടിലൈസർ നമ്മൾ ഓർക്കിഡിന് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ഈ എനർജി ബൂസ്റ്റേഴ്സ് കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡിന് ഒരു എക്സ്ട്രാ എനർജി ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കൊന്ന് മാറി നിൽക്കേണ്ട. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് നമുക്ക് നനക്കാൻ പറ്റാണ്ട് വന്നു. അതായത് ഓർക്കിഡിന് അത്രയും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ മറ്റുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ, ബോഗൺവില്ലൊക്കെ ഒരു 2 ദിവസം നനച്ചില്ലെങ്കിൽ അപ്പോൾ അത് ഉണങ്ങി വരും. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഈ ബോഗൺവില്ല അതല്ലെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ഒന്ന് ക്ഷീണിച്ച് നിൽക്കുവാണ്. ബോഗൺവില്ല എന്തായാലും 3 ദിവസം നനച്ചില്ലെങ്കിൽ അത് നമ്മൾ വാടിപ്പോവും. അപ്പൊ ആ ബോഗൺവില്ല ഇങ്ങനെ വാടി നിൽക്കുന്ന സമയത്ത് അത് നശിഞ്ഞു പോയി എന്ന് നമ്മൾ ചിന്തിക്കാം. അയ്യോ, വരുമ്പോൾ നമുക്കത് സങ്കടമാകാം. പക്ഷെ ആ ഇങ്ങനെ നശിഞ്ഞു പോയി നമ്മുടെ പ്ലാന്റ് ചീത്തയായി പോയി, ചില ഫെലനോപ്സിസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലത് വാടി ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നശിഞ്ഞു പോയി എന്ന് ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ അതിനായിട്ട് ഒരു എക്സ്ട്രാ എനർജി ബൂസ്റ്റർ കൊടുക്കുവാണ്. അതായത് നമ്മൾ ഈ ബൂസ്റ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പ്ലാന്റ് ഒന്ന് ഇറക്കി വെക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നശിഞ്ഞു പോയിന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ പ്ലാന്റ് റിക്കവർ ചെയ്ത് വരും. അതായത് നന്നായിട്ട് പിടിച്ചു വരും. ഇത് അനുഭവമുള്ളവരാണിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എനർജി ബൂസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അതായത് നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയി കിട്ടാൻ, അതായത് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു എനർജി ബൂസ്റ്ററാണ്, അതായത് ഇതുപോലെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്ലാന്റ് നശിഞ്ഞു പോയി എന്ന് കരുതിയെങ്കിലും അതുപോലെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്ററാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാൻ പറ്റുന്ന എനർജി ബൂസ്റ്റർ. ഇതിപ്പോൾ കണ്ടാൽ പഞ്ചസാരയാണെന്നോ അല്ലെങ്കിൽ ഉപ്പാണെന്നോ തോന്നാം. പക്ഷേ ഇത് രണ്ടുമല്ല കേട്ടോ. ഇതാണ് നമ്മുടെ എപ്സം സോൾട്ട് എന്ന് ഇതിനെ പറയണ. അപ്പോൾ പലരും വിചാരിക്കാം എപ്സം സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡിൽ ഉപയോഗിക്കുന്ന സോൾട്ടാണോ എന്ന് ചിന്തിക്കുക. ഇതുപോലെ തരിതരിയായിട്ടാണ് നമ്മുടെ എപ്സം സോൾട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഫുഡിൽ ഉപയോഗിക്കുന്നതല്ല, ഫുഡിൽ ഉപയോഗിക്കുന്ന വേറെ ഉപ്പാണ്. ഇത് നമ്മൾ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക്, അതായത് ഇതുപോലെ ചെടികൾക്ക്, നമുക്ക് ഓർക്കിഡിന് മാത്രമല്ല പല ആവശ്യങ്ങൾ ഇപ്പോൾ അഗ്രികൾച്ചർ ഇതിൽ നമ്മുടെ എപ്സം സോൾട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫെർട്ടിലൈസർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഫെർട്ടിലൈസർ അല്ല കേട്ടോ. ഫെർട്ടിലൈസർ ആയിട്ടല്ല നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓർക്കിഡിനൊക്കെ
ചെടികൾക്കൊക്കെ ഒരു എനർജി ബൂസ്റ്ററായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് മാഗ്നീഷ്യത്തിന്റെ കുറവ്, അതായത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകളിൽ മാത്രമല്ല എല്ലാ പ്ലാന്റുകളിലും മാഗ്നീഷ്യത്തിന്റെ കുറവ് നികത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോ കേട്ടോ. വാണിജ്യപരമായ എല്ലായിടത്തും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതെല്ലാ വളക്കടകളിലും ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കിത് എപ്സം സോൾട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെയും കിട്ടുമോ, ഓൺലൈനിൽ എവിടെയെങ്കിലും കിട്ടുമോ കേട്ടോ. പിന്നീട് ഇത് ഇപ്പോൾ മാഗ്നീഷ്യത്തിന്റെ കുറവ് നമ്മുടെ പ്ലാന്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമല്ലോ. മാഗ്നീഷ്യത്തിന്റെ കുറവെന്ന് പറഞ്ഞത് എന്താണ് അതെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓർക്കിഡ് പ്ലാന്റിൽ മഗ്നീഷ്യത്തിന്റെ കുറവ് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇലകളിലേക്ക് നോക്കിയാൽ മതിയാവും കേട്ടോ. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഇല മഞ്ഞളിപ്പാണ് കൂടുതലായിട്ട് അത് നമുക്ക് പ്രകടിപ്പിക്കുന്നത്. അതായത് മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ഇലകളും മഞ്ഞളിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇല മഞ്ഞളിക്കുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലീഫ് മഞ്ഞളിച്ച് പോകാറുണ്ട്. അതായത് ഒന്ന് സൺബേൺ അറിയാലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇലകൾ ഡാമേജ് ആകാൻ മഞ്ഞച്ച് വരാറുണ്ട്. പിന്നീട് മീഡിയ, അതായത് കൂടുതൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ മീഡിയനിലൊക്കെ കെട്ടി നിന്ന് ചീയൽ രോഗം, വേര് ചീഞ്ഞാലൊക്കെ നമ്മുടെ പ്ലാന്റ് ലീഫിൽ മഞ്ഞ കളർ വരാറുണ്ട്. പിന്നീട് ഫംഗൽ ഇൻഫെക്ഷൻസോ ഇൻസെക്ട്സിന്റെ ആക്രമണമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ പ്ലാന്റിൽ, അതായത് ലീഫിൽ ഡാമേജ് കാണിക്കാറുണ്ട്, മഞ്ഞ കളർ വരും. പിന്നീട് അതും കൂടെ അല്ലാതെ ഫെർട്ടിലൈസർ ചെയ്താലും പോലും ചിലപ്പോൾ കൂടുതലായിട്ട് ഓവർഡോസ് ചെയ്താലും ലീഫ് മഞ്ഞളിച്ച് വരാം. പക്ഷെ മഗ്നീഷ്യത്തിന്റെ കുറവെന്ന് പറയുന്നത് അങ്ങനെയല്ല. മഗ്നീഷ്യത്തിന്റെ കുറവെന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ, ഈ ലീഫിൽ കണ്ടോ മഞ്ഞ സ്പോട്ട് പോലെ കണ്ടോ, ഇങ്ങനെ വരുന്നതാണ് മഗ്നീഷ്യത്തിന്റെ കുറവിനെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ഈ ലീഫുകളിൽ ഇങ്ങനെ മഞ്ഞ സ്പോട്ട് പോലെ വരുവാണെങ്കിൽ ഇത് മഗ്നീഷ്യത്തിന്റെ കുറവിനെയാണ് അറിയിക്കുന്നത്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ലീഫുകൾക്ക് ഗ്രീനിഷ് കളർ നൽകുന്നത്, നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നല്ല ഗ്രീനിഷ് കളർ നൽകുന്നത് ക്ലോറോഫിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമാണ്. ആ പദാർത്ഥത്തിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ മഞ്ഞളിപ്പ് വരുന്നത്. അപ്പോൾ അത് മഗ്നീഷ്യം നൽകിയാൽ മാത്രമേ അത് നമുക്ക് ആ ക്ലോറോഫിന്റെ കുറവ് നമുക്ക് നികത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ എപ്സം സാൾട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആ എപ്സം സാൾട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലീഫിനൊക്കെ നല്ല ഗ്രീനിഷ് കളർ കിട്ടും. പിന്നീട് മീഡിയത്തിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് സിസ്റ്റം ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കിട്ടും. പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളർന്നു കിട്ടും, ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. പിന്നീട് അതിനുണ്ടാകുന്ന ഫ്ലവേഴ്സിനൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ലൊരു കളറ് നമുക്ക് കിട്ടും കേട്ടോ. എപ്സം സാൾട്ട് നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ടല്ല, എനർജി ബൂസ്റ്റർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക്, അതായത് നമ്മൾ സീഡ്ലിംഗ് ആണെങ്കിലും മെച്ചൂർഡ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ നേരിട്ടോ വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ അതിന്റെ കാലാവസ്ഥ മാറുകയാണ്. അത് അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറിയെന്ന് വരാം. അപ്പോൾ അതിനൊരു ഷോക്ക്, അതായത് ഒരു ക്ഷീണം അതിനുണ്ടാവും. അപ്പൊ അത് മാറിക്കിട്ടാനായിട്ട് നമ്മൾ എനർജി ബൂസ്റ്റർ, അതായത് ആ ക്ഷീണം മാറിക്കിട്ടാനായിട്ട് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ആ പ്ലാന്റ് വാങ്ങിച്ച പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്സം സാൾട്ട് ഒന്ന് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് അതിന് അനുഭവപ്പെടും. അപ്പോൾ അതിന്റെ ആ ക്ഷീണം ഒന്ന് മാറിക്കിട്ടും. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ വേരൊക്കെ പൊട്ടിപ്പോയി ഒരു ചെറിയൊരു ക്ഷീണം നമ്മുടെ പ്ലാന്റിന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വെയിലത്തൊക്കെ വെക്കില്ല, അതൊക്കെ മാറ്റി വെക്കണമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു എനർജി ഡ്രിങ്ക് എന്ന രീതിയിൽ നമ്മൾ എപ്സം സോൾട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിട്ട് വരും. അതായത് ആ ഒരു ക്ഷീണമൊക്കെ അതിന് മാറിക്കിട്ടും. അപ്പൊ ആ ക്ഷീണം മാറാനായിട്ടാണ് നമ്മൾ എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ കാരണമായിട്ട് ഞാൻ പറയുന്നത് ഡീഹൈഡ്രേഷൻ സമയങ്ങളിൽ, അതായത് നല്ല വേനൽക്കാലങ്ങളിൽ നമ്മുടെ പ്ലാന്റ് ഉണങ്ങിപ്പോ, അതായത് ശുഷ്കിച്ചു പോവുക, വെള്ളക്കുറവിനെ കാണിക്കുക, അതിന് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ, അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്ക് വെള്ളം പോരാ എന്ന് ഓർക്കിഡ് പ്ലാന്റ് കാണിക്കുന്ന 7 സൂചനകൾ എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. ആ തംബ്നെയിൽ നോക്കിയാൽ അതിൽ മനസ്സിലാവും നിങ്ങൾക്ക് അതായത് നമ്മുടെ പ്ലാന്റ് ഡീഹൈഡ്രേറ്റ് ആണെന്നുള്ളത് കാണിക്കുന്നതിന്റെ 7 സൂചനകളാണ് ഞാൻ അതിൽ
ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡീഹൈഡ്രേറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥകളിൽ നമ്മൾ നമ്മുടെ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ക്ഷീണമൊക്കെ എല്ലാം മാറി അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതായത് നമ്മുടെ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസറൊക്കെ ചെയ്യുന്നുണ്ടാവും, എല്ലാ ആഴ്ചയിലും ഫെർട്ടിലൈസറൊക്കെ ചെയ്യാൻ നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മുടെ പ്ലാന്റിന്, ഫ്ലവറും ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ എന്തോ സംതിങ് മിസ്സിങ് അങ്ങനെ നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒരു എനർജി ബൂസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മിസ്സിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് എപ്സം സാൾട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ഏത് റേഷ്യോയിലൊക്കെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചോളൂ. പിന്നീട് നമ്മുടെ ഡെൻഡ്രോബിയം സ്പെഷ്യൽ സീഡ്ലിങ്സിൽ കോംബോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രതികരണമാണ്. അപ്പോൾ വേണ്ടവർ നമ്മളെ വാട്സപ്പിലോ ഡയറക്റ്റോ വിളിച്ചോളൂ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമുക്കിനി എപ്സം സോൾട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ നോക്കാം. ഇത് നമ്മുടെ എപ്സം സോൾട്ടാണ്. ഇത് 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ സ്പൂൺ നിറച്ചാണ് നമ്മുടെ എപ്സം സോൾട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ അളവ് കേട്ടോ. അപ്പോൾ ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ 1 സ്പൂൺ നിറച്ച് എപ്സം സോൾട്ട് എടുത്ത് കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ അതായത് സംതിങ് മിസ്സിങ് എന്ന് തോന്നുന്നു പറഞ്ഞില്ലേ, അതുപോലെയുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ഈ റേഷ്യോയിലാണ് നമ്മുടെ പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് എല്ലാ ആഴ്ചയിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട, മാസത്തിൽ 1 പ്രാവശ്യം മാത്രമാണ് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ ചെയ്യരുത് കേട്ടോ, ഒരു കാരണവശാലും ആഴ്ചയിൽ ചെയ്യരുത്. മാസത്തിൽ 1 പ്രാവശ്യം മാത്രമാണ്. എപ്സം സാൾട്ട് എന്ന് പറഞ്ഞത് കുറച്ച് പവർ കൂടിയ എനർജി ബൂസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ആഴ്ചയിൽ ചെയ്യരുത്. മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് ഉണങ്ങിപ്പോയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ റേഷ്യോ ഇത് തന്നെയാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഈ സ്പൂണ് നിറച്ച് നമ്മൾ എപ്സം സാൾട്ട് കലക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെക്കാൻ പറ്റുന്ന, അതായത് പോട്ട് സഹിതം നമുക്ക് ഇതിൽ ഇറക്കി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറക്കി വെക്കുക. 1/2 മണിക്കൂറോളം ഇറക്കി വെച്ചിട്ട് അത് മാറ്റി വെക്കുക. അങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഉണങ്ങിപ്പോയ ലീഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല പച്ച വെച്ച് റിക്കവർ ചെയ്ത് നമുക്ക് കിട്ടും. ആ ക്ഷീണം എല്ലാം മാറി നമ്മുടെ പച്ചപ്പൊക്കെ, ഫെലനോപ്സിസ് ഒക്കെയാണ് കൂടുതലും ലീഫ് ഉണങ്ങിയതായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ലീഫിന് ഡ്രൈനെസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഡ്രൈനെസ് ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത്, ഡീഹൈഡ്രേഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലോട്ട് ഇറക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഇറക്കി വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിലും ആഴ്ചയിൽ ഈ അളവിൽ തന്നെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു ചോദിച്ചോളൂ. നമ്പർ ഞാൻ അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.